സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോ ബിഗ് ബോസ് ഒരു സ്പോൺസർ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ടാസ്ക് ആണ്, ഫണ്ണി ടാസ്ക് ആണ്. ടാസ്ക് ഇങ്ങനെയാണ്: ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് നിറയ്ക്കുക, എന്നിട്ട് ആ കവറിന്റെ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കണം, എന്നിട്ട് ഒരു പൈപ്പ് ഉണ്ടാവും, ആ പൈപ്പിന്റെ ആ മൂലയിൽ നിന്ന് ഈ മൂല വരെ, മീൻസ് അക്കരയിൽ നിന്ന് ഈ കര വരെ ബിസ്ക്കറ്റ് ഉരുട്ടി വിടണം. അത് വായിൽ വേണം ഇങ്ങനെ ഭക്ഷിക്കാൻ, ഇങ്ങനെ വായ തുറന്നു വെച്ചിട്ടുണ്ടാവണം, അതിൽ വരണം, ഇങ്ങനെ കഴിക്കണം. ഇതാണ് ടാസ്ക്. ചിലപ്പോൾ പൈപ്പിന്റെ ഇടയിൽ നിന്ന് ചാടി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ചാടി പോവാണ്ട് വായിലോട്ട് കയറ്റുക എന്നതാണ് ടാസ്ക്. അങ്ങനെ ജിൻഡോന്റെ ടീമാണ് കൂടുതൽ ബിസ്ക്കറ്റ് കയറ്റിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ ടാസ്കും കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് അവസാനിച്ചപ്പോഴാണ് നോറ അടി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. നോറയാണ് ഈ ആഴ്ച ഫുൾ സൈലന്റ് ആയിരുന്നു. നോറയ്ക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, നോറ മാറ്റി പിടിക്കാൻ ട്രൈ ചെയ്താന്ന് തോന്നുന്നു. കുറച്ച് ദിവസം സൈലന്റ് ആയിരുന്നു നോക്കി. ബിഗ് ബോസ് അംഗങ്ങളിൽ ഒരുപാട് പാരന്റ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരിൽ നിന്ന് ആർക്കാണ് പുറത്ത് സപ്പോർട്ട് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് കളിക്കാമെന്ന് വിചാരിച്ച നോറയുടെ പ്ലാൻസ് ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് ജിൻഡോ വന്നിട്ടുള്ളത്. ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് നോറ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജിൻഡോന്റെ കൂടെ ഇങ്ങനെ ഫ്രണ്ട് ആവാൻ രീതിയിലൊക്കെ വന്നു. പക്ഷെ ജിൻഡോ അമ്പിനും തുമ്പിനും അടുപ്പിക്കുന്നില്ല. ജിൻഡോന്റെ അമ്മ അതാണ് പറഞ്ഞത്: ജിൻഡോ മോനെ, നീ തന്നെ കളിക്കുന്ന പോലെ തന്നെ കളിച്ചാൽ മതി, ഗ്രൂപ്പ് പിടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഗെയിം പറ്റാത്തതുകൊണ്ട് ജിൻഡോയുടെ അടുത്ത് തന്റെ വേലകളും അല്ലെങ്കിൽ പ്ലാൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജിൻഡോയുടെ മേലിൽ ഷൗട്ട് ചെയ്ത് ജിൻഡോനെ അടിച്ചമർത്തി നമുക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത ടാസ്ക്, അല്ലെങ്കിൽ ആവശ്യമില്ല, ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയ ടാസ്ക് അല്ല, സ്പോൺസർ ടാസ്ക് ആണ്, വെറുതെ കളിക്കുന്ന ടാസ്ക് ആണ്. അപ്പൊ അതിൽ വരെ അടി ഉണ്ടാക്കണം. ജിൻഡോ 2 ബിസ്ക്കറ്റ് കൈ പിടിച്ചു വെച്ചു, അതുകൊണ്ട് അത് കൂട്ടില്ല, ഇത് ഫെയിലാണ്, ഔട്ടാണ്, അങ്ങനെയാണ് അവർ അടി ഉണ്ടാക്കാൻ തുടങ്ങി. ലാസ്റ്റ് അടി ഒരുമാതിരി ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോകുന്ന കണ്ടപ്പോ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോറ, ഇത് വെറും ഒരു സ്പോൺസർ ടാസ്ക് ആണ്, അപ്പൊ ഇതിൽ ആവശ്യമില്ലാണ്ട് അടി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെ ബിഗ് ബോസ് മുഖത്തടിക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ നോറയാണെങ്കിൽ ചമ്മി അവിടെ ബാക്കി. പിന്നെ ജിൻഡോന്റെ കാര്യം അറിയാലോ, ഒരാളെ ചമ്മിക്കഴിഞ്ഞാൽ ജിൻഡോ അങ്ങ് വിടുവോ? ജിൻഡോ അങ്ങ് കളിയാക്കി കൊന്ന രീതിയാണ്. അപ്പൊ നോറ ബിഗ് ബോസ് അതല്ല, ഇത് ഫൗളാണ്, ഇങ്ങനെ ലീഗലായിട്ട് കളിക്കും, ഇത് ഫൗളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊരുമാതിരി മൂഞ്ച അവസ്ഥയായിരുന്നു. അപ്പോ ജിൻഡോ എന്തായാലും വീണ്ടും അടിച്ചമർത്തി തന്നെ പറയാം. അപ്പോ നാളെ ആരായിരിക്കും പുറത്തു പോകുന്ന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അറിയണമെന്ന് ആകാംക്ഷ ഉണ്ടല്ലേ? ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ബൈ ബൈ.